ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ ഒരു സീറോ ഹീറോ സൂപ്പർ സ്റ്റാർ ടാസ്ക് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, നീട്ടി പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. റോക്കി ഹീറോയുടെ ആ ഒരു നെയിം പ്ലേറ്റ് കൊണ്ടുപോയി വെച്ചപ്പോ ഗബ്രി പറയുകയുണ്ടായി, റോക്കി ഹീറോ അല്ല, കാരണം റോക്കി ഇപ്പൊ പറഞ്ഞു ആര് കറക്റ്റ് ചെയ്യാൻ നോക്കിയാലും നന്നാവില്ല, നിലപാടിൽ ഒരു മാറ്റവും വരുത്തില്ല, അതുകൊണ്ട് റോക്കി ഹീറോ അല്ല എന്നിങ്ങനെ. റോക്കിക്കെതിരെയുള്ള ഗബ്രിയുടെ ഒരു ഗെയിമിന്റെ തുടക്കമാണ് ഇത്. അത് മനസ്സിലാക്കിയ റോക്കി എന്തായാലും ഗബ്രീനെ വെറുതെ വിടില്ല. ഗബ്രിയുടെ അവസരം വന്നപ്പോ റോക്കിയും പറഞ്ഞു. ഇതേപോലെ മയത്തിലൊന്നും ആയിരുന്നില്ല, ഒരു നല്ലൊരു അലിഗേഷൻ തന്നെയാണ് റോക്കി ഗബ്രിക്ക് നേരെ ഉന്നയിച്ചത്. വിശന്നിരിക്കുന്നവർക്ക് ഫുഡ് കൊടുക്കുന്നവനാണ് ഹീറോ, അല്ലാതെ നിഷേധിക്കുന്നവനല്ല. സഹജീവികളെ അടിമയെ പോലെ ട്രീറ്റ് ചെയ്യുന്നവനല്ല ഹീറോ, എല്ലാരെയും ഒരേപോലെ കാണുന്നവനാണ്. അവർ അൻസിബയോട് വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞ ആ ഒരു കേസൊക്കെ എടുത്തിട്ടു. ലാലേട്ടൻ വരെ ഞെട്ടിപ്പോയി റോക്കിയുടെ ഈ ഒരു ഫയർ കണ്ടിട്ട്. റോക്കി അവിടെ കൊണ്ടൊന്നും നിർത്തിയില്ല. ജയിലറിൽ രജനി പറയുന്ന പോലെ ரொம்ப ദൂരം പോയിട്ട് ആ ഒരു പരിപാടിയായിരുന്നു. രാവിലെ എണീറ്റ് ഡാൻസും കളിക്കാതെ കണ്ണും തിരുമ്മി വാഴയുടെ ചോട്ടിൽ പോയി ഇരിക്കുന്നവനല്ല ഹീറോ. എന്താ മാസ് ബീജം ഇട്ട് കൊടുക്കും നമ്മുടെ റോക്കി ബായിക്ക്. ഗബ്രിയെ പോലെ ഒരാളുടെ മാത്രം വാലിൽ തൂങ്ങി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അല്ല റോക്കി. ഫേവറിസം, ഗ്രൂപ്പിസം, പാർഷ്യാലിറ്റി ഇതൊന്നും കാണിക്കാറില്ല. അങ്ങനെയുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാർഡ് ഇറക്കി കളിക്കുമ്പോ ഗബ്രി കുറച്ചുകൂടി ഒന്ന് സൂക്ഷിക്കണമായിരുന്നു. കുറെ കൂടി നല്ല പോയിന്റ് എടുത്തിട്ട് ഒരു പഴുതുമില്ലാതെ പൂട്ടാമായിരുന്നു. പക്ഷെ ഗബ്രി കയറി മാന്തി, അതിന് തക്കതായ മറുപടി കൊടുത്ത് റോക്കി ചൊറിഞ്ഞു. അത്രേ ഉള്ളൂ. ഇതൊരു വലിയ തർക്കത്തിലേക്കും വഴക്കിലേക്കും നീങ്ങേണ്ട ഒരു കേസ് ആയിരുന്നു. റോക്കിയുടെ റേഞ്ച് മനസ്സിലാക്കിയ ഗബ്രി, നീ ഇങ്ങനെ ട്രിഗർ ആവല്ലടാ, കാം ഡൗൺ റോക്കി, കാം ഡൗൺ എന്നൊക്കെ പറഞ്ഞ് ഒഴിവായി. ജാസ്മിൻ ഇതിലൊന്ന് ഇടപെടാൻ നോക്കി. നീ ആരുടെ അവന്റെ മൗത്ത് പീസ് ആണ് എന്ന് ചോദിച്ചതോടെ ജാസ്മിനും നിർത്തി. ഇന്നത്തെ എപ്പിസോഡില് റോക്കിയുടെ ഒരു അണ്ടർ റേറ്റഡ് മാസ് മൂവ്മെന്റ് ആവാൻ പോകുന്ന ഒരു 1-2 മൂവ്മെന്റുകളായിരുന്നു ഇതൊക്കെ.